السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه أجمعين. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മേഖലയിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി വളരെ വലിയ വൈജ്ഞാനികമായ സേവനം നിർവഹിച്ച അസ്സബാഹ് സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കപ്പെടുന്ന വളരെ ഗോൾഡൻ ജൂബിലി 50 കൊല്ലം, സുവർണ ജൂബിലി, അരനൂറ്റാണ്ട് കാലത്തെ സ്ഥാപനത്തിൻ്റെ വളർച്ച അടയാളപ്പെടുത്തുന്ന നിർണായകമായ ഈ സന്ദർഭത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, വേദിയിലുള്ള അഭിവന്ദനായ യൂസഫ് അലി സാഹിബ്, അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ പരിപാടികളെ സംബന്ധിച്ച് എന്നെ വളരെ നേരത്തെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി തന്ന്, എനിക്കറിയുന്നതാണ് സബാഹുമായിട്ട് എനിക്കൊരുപാട് വർഷങ്ങളുടെ ബന്ധമുണ്ട്. ടി കെ ഇബ്രാഹിം മൗലവി സാഹിബ് മർഹൂം, അദ്ദേഹവുമായിട്ടും വ്യക്തിബന്ധം സ്ഥാപിക്കാൻ അവസരമുണ്ടായ ആളാണ് ഞാൻ. അതിലും അപ്പുറം എനിക്ക് അസ്സബാഹുമായൊരു കുടുംബ ബന്ധമുണ്ട് എന്ന് പറയാം. മൗലാന അബുസ്സബാഹിൻ്റെ കുടുംബത്തിലെ ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. അബുസ്സബാഹിൻ്റെ പേരാണ് ഈ സ്ഥാപനത്തിന് വന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വളരെ ആത്മബന്ധമുള്ള സ്ഥാപനം. ഇതിൻ്റെ മുമ്പിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ എനിക്കെന്തെന്നില്ലാത്ത ചാരിതാർത്ഥ്യവും അഭിമാനവും തോന്നാറുണ്ട്. ആ സ്ഥാപനത്തിൽ വേദിയിൽ വേണ്ട, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സലാം മാസ്റ്റർ എപ്പോഴും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരാണ്. ഇവരൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് അതീവ തൽപരരും കർമ്മനിരതരുമാണ്. എപ്പോഴും സലാം സാഹിബ് പറയാം, എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അസ്സബാഹെന്ന് കാണാമെന്നാണ് പറയാം. 1-2 തവണ ഇവിടെ വെച്ച് കണ്ടുമുട്ടേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ നീണ്ടുപോയതാണ് ഈ പരിപാടിയായി തീർന്നത്. അതൊക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുകയാണ്. അതുപോലെയാണ് പ്രിയപ്പെട്ട നാഹിർ, നമ്മുടെ നാടിൻ്റെ ജനനേതാക്കളിൽപ്പെട്ട വളരെ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുപോലെ ഒട്ടേറെ നേതാക്കളുണ്ട്. ഷാനവാസ്, പ്രിയപ്പെട്ട മമുണ്ണി ഹാജി സാഹിബ്, അദ്ദേഹം സ്ഥാപനത്തിൻ്റെ ഭാരവാഹിയാണ്. അതുപോലെ തന്നെ പ്രൊഫസർ മുഹമ്മദ് കോയ സാഹിബ്, പ്രിൻസിപ്പൽ, അസ്സബാഹ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, മുജീബ്, ഹമീദ് മാസ്റ്റർ, ഷാനവാസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ ഇവിടെ നമ്മുടെ അതിഥി ആയിട്ട് വലിയ വിദ്യാർത്ഥി നേതാവുണ്ട്, പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹപ്രവർത്തകൻ പി കെ നവാസ്. കേരളത്തിലെ, ഞാൻ നവാസിനോട് പറയായിരുന്നു, കഴിഞ്ഞൊരു ദിവസം ചാനൽ ചർച്ചയിൽ നവാസിൻ്റെ ഇടപെടൽ കേട്ട് എനിക്ക് വലിയ അഭിമാനമുണ്ടായി. എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറയണം, സത്യം. ഡൽഹിയിൽ നിന്നാണ് ഞാനത് കേട്ടത്. ആ വിഷയം അങ്ങനെ ഒന്നായിരുന്നു. വളരെ വലിയ ഒരു ആക്ഷേപം നടത്തിയ ഒരാളെ, നിന്ദിച്ചൊരാളെ നേരിടുന്ന ചർച്ചയായി. നമുക്ക് നല്ല യുവാക്കൾ വേണം, നേതാക്കൾ വേണം. അതുണ്ടായിട്ട് കാര്യമില്ല, അവർക്ക് നല്ല കാഴ്ചപ്പാട് വേണം. നേതാക്കൾക്കൊന്നും ഒരു പഞ്ഞുമില്ല, നല്ല കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. നവാസിൻ്റെ ഭാവങ്ങളിൽ വരെ ആ ആത്മാർത്ഥത, ആ മുഖത്ത് വരെ അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനം തോന്നി. അതുകൊണ്ട് നിങ്ങളുടെ ഈ വേദിയിൽ വെച്ച് നവാസിനെ ആദരിക്കുമ്പോഴും എനിക്കതേ അഭിമാനവും ചാരിതാർത്ഥ്യവും അനുഭവപ്പെടുകയാണ്. ഇവിടെ ഞാൻ വലിയ പ്രസംഗം ചെയ്യാനൊന്നുമല്ല വന്ന് നിൽക്കുന്നത്. ഞാൻ തന്നെ ഒരു സോറി ഫിഗറായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സലാം ഫാറൂഖി, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ഹസീബ് മദനി, എഴുത്തുകാരനാണ്, പണ്ഡിതനാണ്. വലിയ ആളുകളൊക്കെ ഇവിടെ വേദിയിലും സദസ്സിലുമുണ്ട്. ഇവിടെ പ്രസംഗിക്കാതിരിക്കലാണ് നല്ലത്. നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടാവും എത്രയും പെട്ടെന്ന് നിർത്തി കിട്ടിയാൽ. ഈ ഉച്ച നേരത്ത് ഞാനൊരു സോറി ഫിഗറായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. കാരണം വളരെ വൈകി.
വൈകിയ എനിക്ക് എന്നോട് പുച്ഛം തോന്നും, ഛേ മോശമായി എന്ന്. ഇതൊക്കെ ഇപ്പോൾ ആരോട് പറയാനാ? ഇന്ന് ഈ പരിപാടി ഏറ്റ അതേ സമയത്ത് തന്നെ PSMO കോളേജിൻ്റെ ഒരു പരിപാടി വന്നു. ഞാൻ ഈ പൊതുരംഗത്തുള്ള ആളുകളുടെ ഒരു അവസ്ഥ പറയാനാണ്. ആളുകൾ പറയും അവിടെ വന്നില്ല ഇവിടെ വന്നില്ല എന്ന് പറയും. ഏതാ നമ്മൾ ഒഴിവാക്കുക? ഇവിടെ അബുസബാഹിൻ്റെ പേര്, അവിടെ പോക്കർ സാഹിബിൻ്റെ പേര്. ഞാനവിടെ പോക്കർ സാഹിബിനെ പറ്റി പ്രസംഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ വന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, പോക്കർ ഈ നാട്ടിലെ ഏറ്റവും നാടൻ പേരാണ് പോക്കറാക്ക. ഒരു അറബ് വാക്ക് മലയാളീകരിക്കപ്പെട്ട് ലോപിച്ചുണ്ടായതാണ് പോക്കർ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കോളേജ്. ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴാണ് അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ ആ നാടൻ പോക്കറുടെ കഴിവും വ്യക്തിത്വവും തൻ്റെ ഇടവും കുശാഗ്ര ബുദ്ധിയും അറിയണമെങ്കിൽ ഇന്ന് 75ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ രൂപകൽപ്പന നടന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചർച്ചകളുടെ രേഖകൾ പരിശോധിക്കണം. അപ്പോഴാണ് പോക്കറാരാന്നറിയാം. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ്, അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പറായിരുന്നു മഹാനായ ബി പോക്കർ സാഹിബ്. ഞാനൊക്കെ മുമ്പ് പ്രസംഗത്തിൽ നവാസിൻ്റെ പ്രായത്തിൽ ഞാനൊക്കെ പറയാം, മുസ്ലിം ലീഗ് സമ്മേളനങ്ങളിൽ ഞാൻ പറയാം, മാപ്പിള തൊപ്പി വെച്ച പോക്കർ പാർലമെൻറ്റിൽ എഴുന്നേറ്റ് നിന്നു എന്നാണ് ഞാൻ പ്രസംഗിക്കുക. ഞാൻ എൻ്റെ തന്നെ ഭൂതകാലം ഓർക്കുകയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ അഭിമാനം. അപ്പോൾ അവിടെ വലിയൊരു അലംനൈ പരിപാടിയാണ്. നമുക്ക് പറയാൻ പറ്റുമോ വരാൻ പറ്റില്ല എന്ന്? ഇതാണ് വൈകിയത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പരിപാടി ഉണ്ട്. സലാമാഷ കാത്തു നിൽക്കുന്നുണ്ട്, തൃത്താല പോകണം. നിലമ്പൂരിൽ പോയിട്ട് ക്രൈസ്തവ സഹോദരങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സൗഹൃദ സമ്മേളനത്തിൽ പോകണം. ഇതൊക്കെ ഇന്ന് വലിയ ആവശ്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ വൈകാണ്ടായ കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ചത്. നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ കയറി വന്നിരിക്കുകയാണ് ഈ സമയം വൈകാന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പണിയാണ്. ഞാൻ നേരത്തെ എത്തുന്ന ഒരാളാണ്. എന്നെപ്പറ്റി ഒരു ആക്ഷേപമുണ്ട്, നേരത്തെ വരുന്നു. ഇന്ന് PSMO കോളേജിൽ പോയപ്പോഴും പറഞ്ഞു, നിങ്ങൾ പതിവായി നേരത്തെ എത്തി. അവർ 9:30 തുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പ് പറഞ്ഞായിരുന്നു. ഞാൻ 9:15 എത്തി. ഞാൻ പോയത് ഇവിടെ നേരത്തെ എത്താൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാനാണ്. അതൊന്നും നടന്നില്ല. കുറച്ചൊക്കെ നടന്നു. യൂസുഫ് അലി സാഹിബ് ഇങ്ങനെ മുള്ളുമ്പോൾ നിൽക്കുന്ന മാതിരിയാണ് ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. പോട്ടെ, അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിനൊന്നുമില്ല. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വലിയ ചരിത്രമാണ്, അതോർത്താൽ മതി. ചരിത്രത്തിൻ്റെ ഭാഗമാണ്, പൊട്ടിമുളച്ചതല്ല. ആ പേര് മതി, അസ്സബാഹ്, പ്രഭാതം. മൗലാന അബുസ്സബാഹ്, പ്രഭാതത്തിൻ്റെ വിധാതാവ് എന്ന് പേരിട്ടൊരു മനുഷ്യൻ അദ്ദേഹം ഉണ്ടാവുള്ളൂ ഈ നാട്ടിൽ. ഫാറൂഖ് കോളേജിലെ ക്യാമ്പസിലെ മസ്ജിദിൻ്റെ മുമ്പിൽ ഒറ്റ ഖബറേ ഉള്ളൂ. ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു. അബുസ്സബാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ. വെച്ചാൽ എൻ്റെ തന്നെ ബന്ധുവീട്. അബുസ്സബാഹിൻ്റെ മരുമകനാണ് അധ്യക്ഷം വഹിച്ചത്, മുഹമ്മദ് ഫാറൂഖി. ഇതുപോലെ അറബ് പണ്ഡിതനാണ്, ജാമിയ സലഫിയിലൊക്കെ അധ്യാപകനായി. അദ്ദേഹത്തെ അബുസ്സബാഹ് ഈജിപ്തിലേക്ക് അയച്ചു. അബുസ്സബാഹിനെ പറ്റി പറയാ, പുതിയ തലമുറക്ക് കേൾക്കണം. അബുസ്സബാഹ് ക്ലാസ്സിൽ ചീത്ത പറയണമെന്ന് കുട്ടികൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. ശകാരിക്കണം. ചീത്ത പറയാന്ന് പറഞ്ഞാൽ ചീത്ത പറയാന്നല്ല, നമ്മൾ നല്ലതിനെ പറഞ്ഞാലും ചീത്ത പറയാന്നാ പറയാം. മലയാളിയുടെ ഒരു ശൈലിയാണ് ചീത്ത പറഞ്ഞു. ചീത്തല്ല അത്, കുട്ടികളെ ശകാരിക്കുക. എന്താ കാരണം? ഏറ്റവും ശുദ്ധമായ ഈജിപ്ഷ്യൻ അറബി അപ്പോഴാണ് അബുസ്സബാഹ് സംസാരിക്കുക. മനോഹരമായ മിസ്റിലെ അറബി വരും അദ്ദേഹം ആരെങ്കിലും ശകാരിക്കുമ്പോൾ. ഈജിപ്തിലാണ് അദ്ദേഹം ദീർഘകാലം ചെലവഴിച്ചത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം പിന്നീട് കടൽ കടന്ന് ഈജിപ്ത് പോയി പഠിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് മൗലാന അബുസ്സബാഹ് അഹമ്മദ് അലി. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇന്നത്തെ വലിയൊരു പ്രശ്നം, നവാസിനോടൊക്കെ ഞാൻ പറയണം, ചരിത്രത്തോട് ബന്ധമില്ലാത്തൊരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നവാസൊക്കെ ഈ കുട്ടികളെ നിരന്തരം
നവാസ് ഒരു വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന നിലക്ക് ആ രംഗത്ത് ഒരുപാട് ചെയ്യുന്ന അങ്ങനെ ഒരു മനസ്സുള്ള യുവപ്രതിഭയാണ്. ഞാൻ പറയും ഇനിയും ശ്രദ്ധിക്കണം. അതേറ്റൊന്നും ഒരു ബന്ധമില്ലാത്ത അബുസ്സബാഹ്. അബുസ്സബാഹിനെ കുറിച്ച് സി എച്ച് എന്താ പറയുക? ഓരിക്കുറുക്കന്മാർ ഓരിയിടുന്ന കരിങ്കല്ലായി കുന്നിനെ വിജ്ഞാനത്തിൻ്റെ മലർവാടിയാക്കിയ അബുസ്സബാഹ് എന്നാണ് സി എച്ച് പ്രസംഗിക്കുക. കുറുക്കന്മാർ ഓരിയിടുന്ന പറമ്പാണ് ഫറൂഖ് കോളേജായി മാറിയത്. ഞാൻ ഒരിക്കൽ സി എച്ചിനെ തിരുവനന്തപുരത്ത് പോയിട്ട് ക്ഷണിച്ചു അബുസ്സബാഹിൻ്റെ കോളേജിൽ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ. യൂണിയൻ ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ സി എച്ചിന് അത്ര വലിയൊരു ചടങ്ങല്ല. സി എച്ച് അന്ന് ഉപമുഖ്യമന്ത്രിയാണ്. ഒരു വാശി ഞങ്ങൾക്കൊക്കെ ഉണ്ടായി അന്ന് സി എച്ചിനെ ക്യാമ്പസിൽ കൊണ്ടുവരണം. കുറേ കാലമായിരുന്നു ആ ബന്ധപ്പെട്ട ഒരു സി എച്ചിനെ ക്ഷണിച്ചിട്ട്. അതിലേക്ക് ഞാൻ കടക്കണില്ല. അതിനോടുള്ളൊരു വാശി തീർത്തതാണ്. സി എച്ച് ഇവിടെ വരണം. അപ്പോൾ മൗലവി പി മുഹമ്മദ് കുട്ടശ്ശേരി സാഹിബ് എന്നോട് പറഞ്ഞു, സമദാനി സാഹിബ് പോയിട്ട് വിളിക്കണം. ഞാൻ പോയി വിളിച്ചു. അന്ന് തിരുവനന്തപുരത്തൊരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ സി എച്ചിൻ്റെ കൂടെ ഞാൻ പ്രസംഗിച്ചു. ഇതൊക്കെ വലിയ അഭിമാനമായിട്ട് പറയാലോ. എന്നെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സി എച്ച് പ്രസംഗം നിർത്തിയത്. എൻ്റെ പ്രസംഗത്തെപ്പറ്റി പറഞ്ഞു. എന്നെപ്പോലുള്ളൊരു എളിയവനെ പറ്റി പറഞ്ഞു. വലിയ മനുഷ്യന്മാരങ്ങനെയാണ്. വലിയ മനുഷ്യന്മാരെല്ലാവരെയും അംഗീകരിക്കും. എം ടിയെ പോലെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എം ടിയുടെ നിന്നാണ്. വശ്യവചസ്. ഞാൻ അതിനേക്കാളും വലിയ ഒന്നും എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഒരു ബിരുദം എന്ന നിലയിൽ ഒരു അവാർഡും ഇല്ല. അത് എം ടി പല തവണ എന്നെക്കുറിച്ച് പറഞ്ഞു. അതെൻ്റെ ഗുണമല്ല, എം ടിയുടെ വലിയ മനസ്സാണത്. എം ടിക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അപ്പം അതുകൊണ്ട് സി എച്ച് അന്ന് രാത്രി യോഗം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, സമദാനി കഞ്ഞി കുടിക്കാൻ പോരുന്നോ? കഞ്ഞി കുടിക്കാൻ പോയി. സി എച്ചിൻ്റെ ക്ലിഫ് ഹൗസിലേക്ക് കഞ്ഞി കുടിക്കാൻ ക്ഷണം കിട്ടിയാൽ ആരാ വേണ്ടെന്ന് പറയാം. കഞ്ഞിയൊക്കെ കുടിച്ചു. സി എച്ച് എന്നോട് ചോദിച്ചു, അബുസ്സബാഹിൻ്റെ കൈകളിൽ ഇങ്ങനെ മുറിവിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് സമദാനിക്കറിയോ? ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ സി എച്ച് വിശദീകരിച്ചു. ഉത്തരേന്ത്യയിൽ മൗലാന അബുൽ കലാം ആസാദിൻ്റെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പണ്ഡിതനാണ് മൗലാന അബുസ്സബാഹ്. ഈജിപ്തിൽ അദ്ദേഹം മൗലാന മുഹമ്മദ് അലിയോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ജോർജ് അഞ്ചാമൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം താ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള നിങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ഖബറിന് 6 അടി മണ്ണ് താ എന്ന് പ്രസംഗിച്ച ബർക്കിൻ്റെ നാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൗലാന മുഹമ്മദ് അലി ഈജിപ്ത് വഴി പോകുമ്പോൾ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഈജിപ്ത് വഴി പോയപ്പോൾ അബുസ്സബാഹിനെ കണ്ടു. ചെറിയ അബുസ്സബാഹ്, ചെറുപ്പക്കാരൻ. അവർ പറഞ്ഞു, നിങ്ങളൊക്കെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ പോയിട്ട് പ്രവർത്തിക്കണം. അബുസ്സബാഹിന് അറിവിലായിരുന്നു താല്പര്യം. നല്ലോണം പഠിക്കുക, കിതാബ്, വിജ്ഞാനം. ഇന്നത്തെ മാതിരി പണ്ഡിതന്മാർ തർക്കിക്കാൻ പഠിക്കണ കാലമല്ല അത്. ഇന്ന് ഉണ്ണീന്ന് മുളച്ചാൽ തർക്കമാണ്. ഇന്ന് ഇൽമ തേടുന്നത് വാദപ്രതിവാദം നടത്താനാണ്. നാക്ക് നീണ്ടവനാണ് വാദത്തിൽ ജയിക്കുന്നത്, അല്ലാതെ അറിവ് തികഞ്ഞവനല്ല. അവരൊക്കെ അറിവിലേക്ക് പോയി. അറിവ് 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 കൂടുമ്പോൾ വല്ലാതെ ഒച്ച ഉണ്ടാക്കല്ല ചെയ്യുക, കുറച്ചൊക്കെ ഒച്ച അടങ്ങുകയാണ് ചെയ്യുക. ഒരു പക്വത വരും, ഒരു ശാന്തത വരും. അതായിരുന്നു അബുസ്സബാഹ്. അബുസ്സബാഹിലെ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു അബുസ്സബാഹിനെ കുറിച്ചാണ്. നിസ്കരിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടി കരയുന്ന അബുസ്സബാഹിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ എത്രയോ ശിഷ്യന്മാരെന്നോട് പറഞ്ഞിട്ട്. ഇവരെന്നൊരു കള്ളറയിലൊന്നും ഒതുക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ എല്ലാവരും കള്ളറയിൽ ഒതുക്കുകയാണ്. അബുസ്സബാഹ് ആരെങ്കിലും
അസുഖം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമായിരുന്നു. നേരെ തൊടി പോയിട്ട് ഒരു ഇല കെട്ട് പറിക്കും. അബുസ്സബാഹോടുകൂടി അസ്തമിച്ചു പോയി എന്നാണ് പറയാ. പച്ചല മരുന്നിനെ കുറിച്ചുള്ള അറിവ്. കാട്ടിൽ പോയിട്ട് ഗുഹയിലിരിക്കുകയായിരുന്നു അബുസ്സബാഹ്. ആനക്കയത്തെ കുഞ്ഞാമദാജിയാണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നത്. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ബ്രിട്ടീഷ് ചാരനാണെന്ന്, ജർമ്മനിയുടെ ചാരനാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തെറ്റിദ്ധരിച്ചു. പിടിച്ചുകൊണ്ടാൻ നോക്കി. ഗുഹയിലാണ്. അന്ന് കടലവെള്ളം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആഹാരം. കാട്ടിലാരാ ഒരു സിദ്ധൻ. ഫറൂഖ് കോളേജിൻ്റെ സ്ഥാപകനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോളേജാണ് ഫറൂഖ് കോളേജ്. ഓട്ടോണമസ് കോളേജാണ്, ഒരു യൂണിവേഴ്സിറ്റി പോലെയാണ്. അവിടെ എല്ലാം ഫസ്റ്റ് ഗ്രേഡാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി ഫറൂഖ് കോളേജിലാണ്. ഞാൻ ഈ അസ്സബാഹ് എന്ന വാക്കിനോട് നീതി പുലർത്താനാണ് ഈ വാക്കുകൾ പറയുന്നത്. എനിക്കിവിടെ വേറെ ജോലിയൊന്നും ചെയ്യാനില്ല. ഇതാണ് നിങ്ങൾ ക്ഷണിച്ചതിന് എനിക്കിവിടെ ചെയ്യാനുള്ള ജോലി. അപ്പോൾ കുഞ്ഞാമദാജി വിചാരിച്ചു വല്ല സിദ്ധനായിരിക്കും, കാട്ടിലോ വല്ല സിദ്ധൻ, വല്ല ഔലിയപ്പാപ്പ. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ആനക്കയത്തൊരു അറബി കോളേജ് ഉണ്ടാക്കി, റൗലത്തുൽ ഉലൂം. TK ഇബ്രാഹിം മൗലവിയൊക്കെ പഠിച്ച റൗലത്തുൽ ഉലൂം യഥാർത്ഥത്തിൽ പിറവിയെടുക്കുന്നത് ഫറൂഖിലല്ല, ആനക്കയത്താണ്. അപ്പം മഞ്ചേരിക്കാരെക്കുറിച്ച് ഇപ്പോഴും ഒരു പറച്ചിലുണ്ട്, ഫറൂഖ് കോളേജ് മഞ്ചേരിക്കാർക്ക് നഷ്ടപ്പെട്ട കോളേജാണ് എന്ന്. സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അബുസ്സബാഹ് ഫറൂഖ് കോളേജ് തുടങ്ങുക മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ തൻ്റെ അറബിക് കോളേജിലെ വിദ്യാർത്ഥികളോട് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ അബുസ്സബാഹ് ചോദിച്ചു, കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ഖലീഫയുടെ പേരിൽ ഒരു സ്ഥലമുണ്ട്, ആരെങ്കിലും പറയുമോന്ന്. ആരും പറഞ്ഞില്ല. അബുസ്സബാഹ് പറഞ്ഞു, ഞാൻ തന്നെ പറയാം, ഫറൂഖ്. അത് ഫാറൂഖാബാദാണ്, ഉമറുൽ ഫാറൂഖ്. ടിപ്പു സുൽത്താൻ കൊടുത്ത പേരാണത്. ചാലിയാർ പുഴയുടെ തീരത്ത് നമ്മൾ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞു. അവിടെ പോയി നമ്മൾ കോളേജ് ഉണ്ടാക്കും. നോക്കൂ നിങ്ങൾ ചരിത്രത്തിൻ്റെ നിയോഗം. എത്ര ആളുകൾ ഫറൂഖ് കോളേജ് പഠിച്ചു. ഫറൂഖ് കോളേജ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നിൽക്കണ ഞാനില്ല. എൻ്റെ 7 കൊല്ലം ഫറൂഖ് കോളേജാണ്. എൻ്റെ ഉപ്പ എന്നെ 1975 പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ കൊണ്ടുപോയി. ഞാനിങ്ങനെ പോയിട്ട് ഉപ്പാൻ്റെ പിന്നാലെ പേടിച്ചിട്ട് പോയിട്ടൊരു കുട്ടിയായിട്ട്. KA ജലീൽ പ്രിൻസിപ്പളായിരുന്ന കാലമാണ്. ഞാൻ പറയൽ പ്രിൻസിപ്പളാകാൻ ജനിച്ച പ്രൊഫസർ KA ജലീൽ എന്നാണ്. ഒരു നെഹ്റു കോട്ടാണ് ഇടുക, റൗണ്ട് നെക്ക്. അതൊട്ടിട്ട് കോളേജിൻ്റെ വരാന്തയിലൂടെ KA ജലീൽ നടന്നാൽ മതി, കാറ്റ് പോലും നിശബ്ദമാകും. കൊടുങ്ങല്ലൂർക്കാരനായ പ്രൊഫസർ KA ജലീലിനെ അബുസ്സബാഹ് കൊണ്ടുവന്നിട്ട് പ്രിൻസിപ്പളാക്കിയതാണ്. എത്ര ദീർഘദൃഷ്ടിയാണ് അവർക്കൊക്കെ. അതായിരുന്നു ജലീൽ സാഹിബ്. ആ ജലീൽ സാഹിബിനെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ VC ആക്കി, CH. അതിൽ ചെറിയ തോതിൽ പങ്കുവഹിച്ച ജലീൽ സാഹിബിൻ്റെ ഒരു വിദ്യാർത്ഥിയായി മാറാൻ എന്നെപ്പോലെ ഒരു ചെറിയ മനുഷ്യന് സാധിച്ചു. ഞാനൊക്കെയാണ് CHൻ്റെ അടുത്ത് അന്ന് നമ്മളിങ്ങനെ പോയിട്ട് ഞാൻ ചന്ദ്രികയിൽ CHൻ്റെ കയ്യിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാളിന്ന് ഞാനേ ജീവിച്ചിരിപ്പുള്ളൂ. മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംഘടനാ ഘടനയിൽ അന്ന് എനിക്ക് 300 രൂപയാണ് ശമ്പളം. ഞാൻ നല്ല മാർക്കിൽ MA ഫസ്റ്റ് ക്ലാസ്സിൽ റാങ്കോട് പാസ്സായ ആളാണ്. എനിക്ക് നല്ല ജോലി കിട്ടും. ഞാൻ 300 രൂപയ്ക്ക് ചന്ദ്രികയിൽ പോയി ജോലി ചെയ്തത് മഹാനായ CH ചീഫ് എഡിറ്ററായ പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനാണ്. അതിൻ്റെ ഭാഗ്യമുണ്ടായി. ചിലപ്പോൾ CH ഇങ്ങോട്ട് കയറി വരും, ഒരു മുഗൾ ചക്രവർത്തി കയറി വരുന്ന പോലെ. നമ്മളൊക്കെ പേരിട്ട് വിളിക്കും. എൻ്റെ പേര് ചേർത്ത് CH തമാശ പറയുമായിരുന്നു, സമദാനി എന്ന് പറഞ്ഞിട്ട്.
ഞാൻ മുനീറിനോട് പറയാറുണ്ട്, മുനീർ സാഹിബ് അടുത്ത ദിവസം പറഞ്ഞു, ബാപ്പാൻ്റെ ശിഷ്യനായ സമദാനി. അപ്പം എനിക്ക് എന്തെന്നില്ലാത്ത അഭിമാനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ചരിത്രമാണ്, ചരിത്രം. അപ്പോൾ ഇത് വലിയ ചരിത്രമാണ്. ഈ ബോർഡും എഴുതി വച്ചിരിക്കുന്ന ഈ പേര് ഞാൻ നീട്ടി പ്രസംഗിച്ച് പോണില്ല. അങ്ങനെ ഫറൂഖ് കോളേജ് ഉണ്ടാവണം, ഇത് എളുപ്പമല്ല. അപ്പോഴേക്ക് ഒറ്റ പലരും അബു സബാഹിൻ്റെ കൂടെ വന്നു. കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, കൊടുങ്ങല്ലൂരിൽ നിന്നൊരു ക്രാന്തദർശി വന്നു, KM സീതി സാഹിബ്. സീതി സാഹിബ് തൊപ്പി കാട്ടി പിരിച്ചു ഫറൂഖ് കോളേജിന്, ഇതിലിട്ടോളി. തരാനുള്ള പൈസ ഇതിലിട്ടോളി. മുസ്ലിം ലീഗ് അതിൻ്റെ കാറ് ഫറൂഖ് കോളേജിന് വെറുതെ കൊടുത്തു. ഇന്ന് ലീഗിന് കാറില്ല, അന്നത്തെ ലീഗിന് കാറുണ്ട്. ഒരു കോളേജിനൊരു കാറ് വിട്ടുകൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണത്. ഈ ചരിത്രത്തിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, ആരാ കൊടുക്കുക? ഇന്ന് ലീഗിനേനെ കഴിയില്ല. ലീഗ് എന്താ ചെയ്താൽ ലീഗിനകത്തേനെ ഉണ്ടാവും ഒരു പക്ഷേ ചോദിക്കാൻ ആൾ, എന്തിനാ അപ്പോൾ കോളേജുകാർക്ക് കൊടുക്കണമെന്ന്, ഞമ്മക്കൊക്കെ പോയിക്കൂടെയെന്ന്. അന്ന് അങ്ങനൊന്നും ചോദിക്കൂല. അന്ന് അങ്ങനെയുള്ള നേതാക്കളാണ് പറഞ്ഞതാണ്. ഇന്ന് നേതാക്കന്മാർ മോശമായിട്ടല്ല, നേതാക്കന്മാരൊക്കെ ഇന്നും ഗംഭീരന്മാരാണ്. എനിക്ക് അഭിപ്രായമില്ല കാലം മാറുമ്പോൾ നേതാക്കന്മാർ മോശമുണ്ട്. മോശമാണത് പിന്നാലെ നിൽക്കണവരായിരിക്കും. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങനെ നടന്നു പോകുമ്പോൾ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബൂബക്കറിൻ്റെ ഉമറിൻ്റെ ഒക്കെ കാലത്ത് അമീറുൽ മുഅ്മിനീൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ കാലമായപ്പോൾ കുഴപ്പമായല്ലോ. ചരിത്രത്തിൽ ഫിത്നകളുടെ കാലം തുടങ്ങി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തോടെ കുറേശ്ശെ തുടങ്ങി അഭിപ്രായ ഭിന്നതൊക്കെ. അലി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അബൂബക്കർ ഉമറൊക്കെ ഉള്ള കാലത്ത് നിന്നെപ്പോലുള്ളവരായിരുന്നു അനുയായികൾ, ഞങ്ങളൊക്കെ വന്നപ്പോൾ നിന്നെപ്പോലുള്ളവരാണ് അനുയായികൾ എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. നമ്മളെല്ലാം പറയും എന്തേലും പറ്റുക, നേതാക്കന്മാരെ പ്രശ്നമല്ല, അച്ചടക്കമുള്ള ഒരു സമൂഹം. അബു സബാഹ് പുളിയാളി അബ്ദുള്ള കുട്ടിയാജി, ഞാൻ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പുളിയാളി അബ്ദുള്ള കുട്ടിയാജിയെ കാണാൻ പോയി. കോളേജിന് ഭൂമി വേണല്ലോ, ഒരു ഉറുപ്പ്യ കയ്യിലില്ല. അബു സബാഹി ഉത്തരേന്ത്യൻ വേഷമൊക്കെയാണ് ഇടുക, പൈജാമ, ഷെർവാനി, വലിയ തൊപ്പി, നല്ല ഹൈറ്റുള്ള. മൗലവിയെ അബ്ദുള്ള കുട്ടിയാജി സ്വീകരിച്ചു. അബ്ദുള്ള കുട്ടിയാജിയോട് അബു സബാഹ് പറഞ്ഞു, ഞങ്ങൾക്കൊരു കോളേജ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് കുറേ ഭൂമിയുണ്ട് കരിങ്കല്ലായിൽ, പൈസ കുറച്ചേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും കൂടി എവിടുന്നെങ്കിലും കാശുണ്ടാക്കിക്കോളാം, കഴിഞ്ഞിടത്തോളം റേറ്റ് കുറച്ച് തരണം. അങ്ങനെ അബു സബാഹ് തൻ്റെ മനസ്സിലുള്ള കോളേജിനെ വരച്ച് കാട്ടി. അതിലൊരു അറബിക് കോളേജ് ഉണ്ടായിരിക്കും, ആർട്സ് കോളേജ് ഉണ്ടായിരിക്കും, വലിയ ലൈബ്രറി ഉണ്ടായിരിക്കും, ക്യാമ്പസിലൊരു മസ്ജിദ് നിർബന്ധമായും ഉണ്ടായിരിക്കും, നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. അബു സബാഹ് പറഞ്ഞെടുത്ത് ഫറൂഖ് കോളേജ് ഇപ്പോഴും എത്തിയിട്ടില്ല. അവിടെ ഒരു അക്വേറിയം ഉണ്ടായിരിക്കും. 75 കൊല്ലം മുമ്പ് ഈ പണ്ഡിതൻ, തൊപ്പിയിട്ട പണ്ഡിതൻ, ഇന്ന് കേരളക്കരയിലെ ദക്ഷിണേന്ത്യയിലെ അലിഗഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ, അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അവിടെ ഒരു വലിയ മീൻ വളർത്ത് കേന്ദ്രം ഉണ്ടായിരിക്കും. ഒക്കെ കേട്ടിട്ട് അബ്ദുള്ള കുട്ടിയാജി ചോദിച്ചു, എത്ര വേണ്ടി വരും മൗലവി സാഹിബ്? ഇത്രയൊക്കെ വേണ്ടി വരും. മൗലവി സാഹിബെ ഒന്നും തരണ്ട, നാളെ രാവിലെ അളത്തക്കാരെ വിട്ടോളൂ, അല്ലെങ്കിൽ ഞാൻ വരുത്തിക്കണമെങ്കിൽ ഞാൻ വരുത്തിക്കാം, ഭൂമി അളന്നോളൂ,
ആ മനുഷ്യൻ്റെ പേരാണ് പുളിയാളി അബ്ദുള്ള കുട്ടിയാജി. ഞാൻ കേരളത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കേരളക്കരയിൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയത് ഉദ്യോഗസ്ഥന്മാരല്ല, പണ്ഡിതന്മാരും സാത്വികന്മാരും അവരെ കൂടെ നിന്ന കച്ചവടക്കാരുമാണ്. സാധാരണക്കാരായ കച്ചവടക്കാരാണ്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പെൻഷൻ പറ്റിയിട്ട് കോളേജ് ഉണ്ടാക്കില്ല. ഞാൻ ഉദ്യോഗസ്ഥന്മാരെ കുറച്ച് കാണുമല്ല, എവിടെ ഒരു കോളേജ് ഉണ്ടാക്കിയത്? പക്ഷേ എല്ലാ പഴിയും കേൾക്കുന്നത് ചിലപ്പോൾ കച്ചവടക്കാരാണ് അല്ലെങ്കിൽ കർഷകരാണ്. പുളിയാളി അബ്ദുള്ള കുട്ടി ഹാജി, അദ്ദേഹത്തിൻ്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ഞാൻ കാണാറുണ്ട്, ഞാൻ അവിടെയൊക്കെ പോകാറുണ്ട്. എനിക്ക് വളരെ ബന്ധപ്പെട്ട വീടുകളാണ് അവരുടെയൊക്കെ ബന്ധു വീടുകൾ. അവരൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ബഹുമാനമാണ്. ഏത് വാപ്പാൻ്റെ മക്കളത്? ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയ കുടുംബം. എത്ര റുപ്യയുടെ ഭൂമിയാണ് അവർ വിട്ടുകൊടുത്തത്? പ്രിയപ്പെട്ടവരെ, ആ അറബിക് കോളേജിൽ വന്ന് പലരും പഠിച്ചു. അവിടെ വന്ന ഒരു അറബ് പണ്ഡിതൻ അബുസബാഹിനെ കുറിച്ച് കേട്ടപ്പോൾ പറഞ്ഞു, സബാഹുല്ല മസാ അല, സന്ധ്യയില്ലാത്ത പ്രഭാതമാണ് അബുസബാഹ്. സബാഹുല്ല മസാ അലഹ, അത് വൈകുന്നേരം ആവില്ല. അബുസബാഹ് എന്നും പ്രഭാതമാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവർ മുൻഗാമികളാണ്. മുൻഗാമികൾ കാട്ടിത്തന്ന വെളിച്ചമാണ്. നിഗഹ് ബുലന്ത്, ഉയർന്ന കാഴ്ചപ്പാടാണ്. സുഹന്ദിൽ നവാസ്, ഹൃദയാവർജകമായ വാക്കാണ്. അവരെ വാക്ക് മതി മാറ്റുണ്ടാക്കാൻ. നിഗഹ് ബുലന്ത് സുഹന്ദിൽ നവാസ് ജാം പുരുസോസ്, തപിക്കുന്ന ജീവനാണ്. നല്ല ചൂടുള്ള ഊഷ്മളമായ പ്രാണനാണ്, പെടയും. അങ്ങനെ ആയിരിക്കണം മനുഷ്യന്മാർ. ആത്മാർത്ഥത, പെടയുന്ന പ്രാണൻ. ഇതെന്ത് കേട്ടാലും മരക്കുറ്റി പോലെ, അങ്ങനല്ല. ജാം പുരുസോസ് യഹി ഹൈ കാരജാൻ ജിന്ദഗി കേ ലിയേ, ഇത് മതി ജീവിതത്തിൽ പാഥേയം. ഇപ്പം എന്തിനാ ഞാനിപ്പോൾ ഈ പഴങ്കഥ പറഞ്ഞത്? ആ കാലം പോയി, ഒക്കെ കാലം മറയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് പോയി, ഇന്ത്യയുടെ ഒരു ചരിത്രം പോയി, ഒരു കാലം പോയി. ഇത് വേറൊരു കാലമാണ്. ഇനി അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്ററെ അടുത്ത കാലത്ത് പ്രതീക്ഷിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ എന്നെ ആക്ഷേപിക്കും. അങ്ങനെ എങ്ങനെ നിങ്ങൾ പറയാം? ഞാൻ പറയും കുറച്ച് ക്ലേശകരമാണ് അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എറണാകുളത്ത് പരിഭാഷപ്പെടുത്തി. അപൂർവമായിട്ടേ കേരളത്തിൽ വന്നിട്ടുള്ളൂ. പ്രസംഗം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വിഷമിച്ച പ്രസംഗമാണ്. അദ്ദേഹം തുടക്കത്തിൽ മുഴുവൻ നെഹ്റുവിനെ ഉദ്ധരിക്കാൻ തുടങ്ങി. അദ്ദേഹം നോക്കിയിട്ടാണ് വായിക്കുന്നത്. എൻ്റെ മുമ്പിൽ നോക്കാൻ കഴിയില്ലല്ലോ, ഞാൻ പരിഭാഷപ്പെടുത്താൻ നിൽക്കുകയാണ്. നെഹ്റുവിൻ്റെ പ്രസംഗമാണ്, അത് അങ്ങനെ തന്നെ പറയണം. പക്ഷെ എനിക്ക് ധാരാളം പരിചയമുള്ള പ്രസംഗമാണത്. നെഹ്റുവിൻ്റെ പാതിരാ പ്രസംഗമാണ്. സ്വാതന്ത്ര്യം നേടുന്ന അർദ്ധരാത്രി, ഇന്ത്യാസ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, വിധിയുമായുള്ള ഇന്ത്യയുടെ അഭിമുഖം. അതങ്ങനെ അങ്ങോട്ട് ഉദ്ധരിച്ച് കോട്ട് ചെയ്തു ഒരു 5 മിനിറ്റോളം. ഞാൻ ഒന്ന് പ്രയാസപ്പെട്ട ദിവസമാണ്. ആ പരിഭാഷ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം അതിനിടയിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നോട്ട് നിരോധനം ഒരു ചരിത്രപരമായ അബദ്ധമാണ്. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. അതിൽ നിന്ന് കരകയറാനൊരു വഴി ഞാനായിട്ട് കാണുന്നില്ല. നോട്ട് നിരോധനത്തിൽ നിന്ന് ഇന്ത്യ കരകയറാനായിട്ട് ഒരു വഴി, അത് വാക്ക്. ഞാൻ എന്നും ആലോചിക്കൂ, ഇന്നും ഇന്ത്യ കരകയറിയിട്ടില്ല. അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒരു കാലം പോയി. MT പോയി, ഒരു കാലം പോയി.
നിങ്ങൾ ഒരു ഡിജിറ്റൽ പേന കൊടുത്ത് ഒരു കമ്പ്യൂട്ടറും വാങ്ങിക്കൊടുത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ എംടി നോവൽ എഴുതുമോ? ടെക്നോളജിയിൽ രമിച്ച പുതിയ തലമുറയിൽപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു, ഒരു കഥ എഴുതുമോ? എഴുതാൻ കഴിയില്ല. അതിന് തന്നെ വേണം. ഞാനവിടെ കയറി വന്നപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഇഖ്റ ബിസ്മി ഓതുന്നത് കേട്ടു. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദാരനാകുന്നു നിന്റെ ദൈവം. കഴിഞ്ഞ ദിവസം സ്പീക്കർ പറഞ്ഞു പാർലമെൻറ്റിൽ, എം പിമാർ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഒപ്പിടാൻ പാർലമെൻറ്റിൻ്റെ കൊറിഡോറിൽ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട്, എല്ലാവരും ഡിജിറ്റൽ ഒപ്പിടണം, ഡിജിറ്റൽ സിഗ്നേച്ചർ. പേപ്പറില്ലാത്ത ഒരു പാർലമെൻറ്റ് ഉണ്ടാക്കാൻ എന്നോട് സഹകരിക്കണം. ഇതൊക്കെ സുഖമായിട്ട് കാണുന്നവരുണ്ടാവാം, ഞാനങ്ങനെ കാണുന്നില്ല. ഞാനതിനൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. പേപ്പർ, ബുക്ക്, പേന, ഇതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. ഇത് ടെക്നോളജിയുടെ കാലമാണ്. ഈ പോക്ക് എവിടെ എത്തും? കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഞാൻ ഒരു സാധനം കണ്ടു, ഞാൻ ചുരുക്കുകയാണ്. മാതാവിനെ നോക്കാൻ വേണ്ടിയിട്ട് യൂസുഫ് അലി സാഹിബ് ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആളെ മനസ്സിലാവുമല്ലോ. ഉമ്മാതിരി വങ്കത്തങ്ങളും ഉമ്മാതിരി വിവരക്കേടും ഏത് ജനതയിൽ നിന്നാണ് പെട്ടെന്നുണ്ടാവുക എന്ന് മനസ്സിലാവും. മാതാവിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു യന്ത്രമനുഷ്യനെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു ഒരാൾ. ഉമ്മാക്ക് ഗുളിക കൊടുക്കാൻ ഒരു റോബോട്ടിനെ. അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാണ്, നവാസേ, ഞാൻ പറഞ്ഞു, മോളെ മതിയാക്ക്, ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ കുട്ടിയെ. ഏകാഗ്രതയാണ് വലുത്, ഇരിപ്പാണ് വലുത്. അപ്പോൾ റോബോട്ട് ഉമ്മാക്ക് മരുന്ന് കൊടുക്കാൻ, ഇവനെ പ്രസവിക്കാനും ഒരു റോബോട്ട് മതിയായിരുന്നല്ലോ. അതും വന്നേക്കും നാളെ. റോബോട്ടുമായി ഇണചേരുന്നതിനെ കുറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചിന്ത നടക്കുകയാണ്. ബിലീവ് മീ, എന്നെ വിശ്വസിക്കൂ. സൗഖ്യമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല, നോ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമില്ല, ഗർഭിണിയാവില്ല. ഇതാണ് ലോകം. ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ ടെക്നോളജിയുടെ പോക്കാണ്. അതെവിടെ കൊണ്ടുപോയി ചെന്നെത്തിക്കും? കുട്ടികളെ, മക്കളെ, പുതിയ തലമുറയെ. ഈ മൊബൈല് ഞാനൊരു MP അല്ലായിരുന്നുവെങ്കിൽ ഈ സാധനം ഞാൻ ഉപയോഗിക്കില്ലായിരുന്നു. ഒരുപക്ഷെ ഫോണായിട്ട് ഉപയോഗിച്ചേക്കും. എനിക്കെൻ്റെ ആവശ്യമില്ല, എനിക്കെൻ്റെ ലൈബ്രറി മതി. എന്നെ നിലനിർത്താനും മരിക്കുന്നവരെയുള്ള എൻ്റെ ജീവിത ദൗത്യം പുലർത്താനും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഫോൺ എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ മൊബൈൽ വാങ്ങാൻ വളരെ വൈകിയ ആളാണ്. അന്ന് ചിലർ പറയായിരുന്നു കേരളത്തിൽ 2 ആൾക്ക് മൊബൈലില്ല, ഒന്ന് ജഗതി ശ്രീകുമാരനും ഒന്ന് അബ്ദുസമദ് സമദാനിക്കും. ഞാൻ ഒരുപാട് കാലം ഒപ്പിച്ചു പോയി. ഈ അടുത്ത ദിവസം ഞാൻ ജോയ് ആലൂക്കാസിനെ കണ്ടു. ഞാൻ അദ്ദേഹത്തെ ഒരു തിരക്കിൽ കണ്ടപ്പോഴും പിടിച്ചു നിർത്തിയിട്ട് അഭിനന്ദിച്ചു. ഞങ്ങളൊരു പ്രസ്താവന വായിച്ചു, ജോയ്, എൻ്റെ മകൻ BA ആകുന്നവരെ അവന് ഞാൻ മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടില്ല.
അപ്പം നിങ്ങൾക്ക് തോന്നാം ഒരു പക്ഷേ ഇയാൾ പഴഞ്ചനാണോ എന്ന്. ഈ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. മൊബൈലൊക്കെ തകരാറാന്നല്ല ഞാൻ പറയണത്, അതുകൊണ്ട് ഗുണമുണ്ടാവാം. പേനക്കത്തി കൊണ്ട് ഗുണമുണ്ടല്ലോ, വെണ്ടക്ക മുറിക്കാം, മത്തി മുറിക്കാം. പക്ഷെ പേനക്കത്തി കൊണ്ട് നിങ്ങൾ മറ്റുള്ളവൻ്റെ കഴുത്ത് മുറിക്കുന്നുണ്ട്. അതാണ് എൻ്റെ പരാതി. എല്ലാവരും ഇന്ന് നടന്മാരും നടികളുമായി മൊബൈൽ വന്നപ്പോൾ ഒരാളെ പറഞ്ഞു തരുമോ നിങ്ങൾ? ഒരു കല്യാണത്തിന് പോകാൻ വയ്യ, നടക്കുന്നിടത്ത് മുതൽ മുകളിൽ ക്യാമറ, ഇവിടെ ക്യാമറ. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം വേണ്ടേ? ഒരു മൊബൈൽ ഫോൺ ഇവിടെ വെച്ചാൽ മതി അത്രേ. ഇവിടെ നടക്കുന്ന സാധനമൊക്കെ അതിനകത്ത് വിടുന്ന പറയണത്. റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ സ്വകാര്യത, അവൻ്റെ പ്രിവസി. ഈ ജില്ലയിലൊരു കുട്ടി ആത്മഹത്യ ചെയ്ത് ഉമ്മ പറഞ്ഞു പോയി കുട്ടിയോട്, മോനെ ഇത്ര അധികം സമയം മൊബൈലിൽ ഇരിക്കണോ? ഉമ്മല്ല, വാപ്പ. കുട്ടി പോയിട്ട് കയറെടുത്ത് തൂങ്ങി. ഒരു 30-35 കിലോമീറ്റർ ദൂരം കാണും ഈ ജില്ലയിൽ. കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറുപ്പക്കാരൻ മൊബൈലിലൊരു വാട്സാപ്പിലൊരു ഫോട്ടോ അയച്ചു തന്നു. ഒരു സഹോദരിയുടെ കഴുത്തിലൂടെ അങ്ങനെ വെട്ടിയിരിക്കണം. ഇതുപോലെ എവിടെയെങ്കിലും ആക്രമണം ഉണ്ടായോ എന്ന് വിചാരിച്ചു. മൊബൈൽ നിയന്ത്രിക്കാൻ പറഞ്ഞതിന് ഉമ്മാക്ക് മകൻ കൊടുത്ത ശിക്ഷയാണ്. പിന്നെ വേറെന്തൊക്കെയാണ് നടക്കണം? എല്ലാവരും ആടുന്നു, എല്ലാവരും പാടുന്നു. വൃത്തികേട് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായിരിക്കുന്നു. എന്തും പറയാം, ഏത് അസഭ്യം. അപ്പം സംസ്കാരത്തിന് കാവൽ നിൽക്കണം, ടെക്നോളജിയെ ഉപയോഗിക്കണം. ടെക്നോളജിയെ തള്ളിക്കളയാൻ പറ്റില്ല, നേർവഴിക്ക് പോകണം. അതിന് വിദ്യാഭ്യാസത്തെ പുതിയ രീതിയിലേക്ക് മാറ്റിപ്പണിയണം. നമ്മൾ ഇന്ന് പൊട്ടിമുളച്ചവരല്ല, കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളവരാണ്. നമ്മളെ മുൻ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടൊന്നും ആ മനുഷ്യന് സംസ്കാരത്തോടെ പെരുമാറാൻ കഴിയുന്നില്ല. അക്രമങ്ങളാണ്. ഫലസ്തീനിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ മയ്യത്തിൻ്റെ കഫൻ പൊതിയുമ്പോഴും ഇവിടെ ചിലർക്ക് കല്യാണത്തിൻ്റെ മഹാമേളകളാണ്. മലപ്പുറം ജില്ലാ കളക്ടറുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. ജില്ലയിലുണ്ടാകാൻ പോകുന്ന വലിയൊരു ആപത്തിനെ കുറിച്ചാണ് കളക്ടർ സൂചന നൽകുന്നത്. വേറൊന്നുമല്ല, ഭക്ഷണം കൊണ്ടുണ്ടാകാൻ പോകുന്ന മാരകമായ വിപത്ത് ഈ ജില്ലയെ തുറിച്ചു നോക്കുകയാണ്. ഇത് ഞാനൊക്കെ കുറേ കാലമായിട്ട് പറയുന്ന കാര്യമാണ്. ചിലർ എന്നോട് പറയും, ആ ഹോട്ടലിൽ ഇന്ന സാധനമാണ്, ഇത് ഇന്ന സാധനം കിട്ടുന്ന ഹോട്ടലാണ്. എൻ്റെ നാട്ടിൽ ഇത്തരം ഹോട്ടലുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അന്തം വിട്ട് കേട്ട് നിൽക്കും. പക്ഷെ എനിക്ക് അഭിമാനം തോന്നും, നിനക്കത് അറിയില്ലല്ലോ, നീ അതറിയണ്ട. അതറിയാനല്ല ഈ ഭൂമിയിലേക്ക് നാം വന്നിട്ടുള്ളത്. ഇന്നലെ എന്നോടൊരാൾ പറഞ്ഞു, ഹോട്ടലിൽ പോയി ചോറ് ചോദിച്ചാൽ ചോറുണ്ടോ? അയാൾ പരിഷ്കാരമില്ലാത്ത ആളാണ്. ഹോട്ടലിൽ ചോറ് കിട്ടാനില്ല, ഒക്കെ പുറം രാജ്യങ്ങളിലെ ഓരോ സാധനങ്ങൾ, അതിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ. ഈ ലോക്സഭാ സമ്മേളനത്തിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഉന്നയിച്ചിരുന്നു. ചെറുപ്പക്കാർ പൊടുന്നനെ മരണപ്പെടുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെൻറ് പഠനത്തിന് ഉത്തരവിടുകയും അതിന് പ്രതിവിധി സ്വീകരിക്കുകയും ചെയ്യണം. പെട്ടെന്ന് മരിക്കണം. ഇന്നലെ ഞാൻ ഒരു മരിച്ചെടുത്ത് പോയി. തലേന്ന് രാത്രി ആൾ വളരെ ആക്റ്റീവായിരുന്നു. ഒക്കെ യുവാക്കളാണ്. ആത്മനിയന്ത്രണമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. വെറും വിദ്യാഭ്യാസം പോരാ, അറിവ് വേണം. അറിവുള്ളവരുണ്ടായിരിക്കണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം
എൻ്റെ ജീവിതത്തിലൊരു അത്ഭുത സംഭവം ഉണ്ടായി. ലോകത്തൊരുപാട് ആളുകൾ വായിച്ച, മില്യൺ കണക്കിന് ജനങ്ങൾ വായിച്ചൊരു പുസ്തകമുണ്ട്, ഇക്കിക്കായി. ഇത് എഴുതിയ ആൾ കോഴിക്കോട്ട് വന്നു. 2 മിനിറ്റ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയുന്ന എൻ്റെ ജീവിതത്തിൽ. അങ്ങനൊരു പുസ്തകമാണത്. മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഇക്കിക്കായുടെ ഗ്രന്ഥകാരൻ. എനിക്കൊരു ക്ഷണം കിട്ടി. ഞാനത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഞാൻ പുണ്യ നബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സദസ്സിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ആ ഫോൺ വന്നത് എനിക്ക്. ഇതൊക്കെ ഒരു നിമിത്തം പോലെ തോന്നും എനിക്കെൻ്റെ ജീവിതത്തിൽ. ഒക്കെ നിമിത്തങ്ങളാണ്. അന്ന് ഞാൻ പുറത്തിറങ്ങി, എന്നെന്തോ വണ്ടിയൊന്നും പോവില്ല, എന്തോ ബ്ലോക്കാവും എന്നൊക്കെ പറഞ്ഞു. കോഴിക്കോട്ട് എത്തണത് പെട്ടെന്ന് എത്തണം, ഒരു അപൂർവ ഗസ്റ്റാണ്. ഞാൻ റോട്ടിലിറങ്ങിയിട്ട് കുട്ടിയോട് പറഞ്ഞു വിട്. നോക്കുമ്പോൾ റോഡൊക്കെ ഓപ്പൺ. ഞാൻ ആ യോഗത്തിലെത്തണം. ഞാൻ എത്തുമ്പോൾ ഈ ഗ്രന്ഥകാരൻ പ്രസംഗിക്കാൻ പോവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാത് നിറയല്ല ഹൃദയം നിറയെ കേട്ടു. അതിനുശേഷം 4 വാക്ക് അവർ ക്ഷണിച്ചിട്ട് ഞാൻ സംസാരിച്ചു. എന്താണ് ഈ പുസ്തകത്തിലെ വിഷയം? ജപ്പാനിലെ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും 100 വയസ്സിലേറെയാണ് ആയുസ്. 100ൻ്റെ മുമ്പ് ആരും മരിക്കില്ല. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് പാർത്തിട്ട് മിസ്റ്റർ ഫ്രാൻസിസ് എഴുതിയ പുസ്തകമാണ് ഇക്കിക്കായി. 125, 110 എല്ലാവർക്കും ആയുസ്. വയസ്സന്മാരില്ല, അവരൊക്കെ ചെറുപ്പക്കാരെ പോലെ ജീവിക്കണം. അതിൻ്റെ കാരണങ്ങളായി ഈ പുസ്തകത്തിൽ പറയണത്. കുറേ കാരണങ്ങൾ അന്ന് അദ്ദേഹം പ്രസംഗത്തിൽ വിശദീകരിച്ചു. അതും പറഞ്ഞിട്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കി ഒരുപാട് പറയാനുള്ളതാണ്. അതേ ആദ്യം പറഞ്ഞു, വയറ് നിറയെ ഭക്ഷണം കഴിക്കരുത്, വയറിൽ വിശപ്പ് ബാക്കിയാക്കണം. പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനത് എത്രയോ സദസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിസ് പറഞ്ഞു, വയറിൻ്റെ 1/3 ആഹരിക്കാവൂ, ഒരിക്കലും മുഴുവൻ ഭക്ഷണം കഴിക്കരുത്. എൻ്റെ കണ്ണ് നിറഞ്ഞു വീണ്ടും. അങ്ങനെ തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഫ്രാൻസിസ്, അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊക്കെ 1400 വർഷം മുമ്പ് വിശുദ്ധ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണ്. പലതും അങ്ങേക്ക് കൗതുകം ഉണ്ടാവും, അങ്ങ് ശ്രദ്ധിക്കണം. ഞാനൊരു തമാശ പോലെ പറഞ്ഞു, തിരുനബി വയറിലെ 1/3 ആഹരിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഭാഗമോ വെള്ളം കുടിക്കാനെന്നാണ് പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ഭാഗമോ എന്നൊരാൾ ചോദിച്ചപ്പോൾ പരിശുദ്ധ റസൂൽ, നബിയുടെ പേര് കേട്ടാൽ എല്ലാവരും സ്വലാത്തല്ലെന്നാണ് ഹദീസ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ കക്ഷിത്തൊന്നുമില്ല, സഹിയായ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസാണ്, മുത്തവാത്തിറായ ഹദീസാണ്, നിരവധി റിവായത്തുകളിലൂടെ വന്നതാണ്, അനിഷേധ്യമാണ്. അപ്പോൾ മൂന്നാമത്തെ ഭാഗം ഒരാൾ പുണ്യ നബി പറഞ്ഞു, അതവിടെ കിടന്നോട്ടെ, നിനക്ക് ശ്വാസം വിടാൻ നല്ലതാണ്. നന്നായിട്ട് വീർപ്പയക്കണമെങ്കിൽ വയറ് നിറക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച വൈദ്യശാസ്ത്രം, ശരീരശാസ്ത്രം, അത് മുഹമ്മദ് നബി പഠിപ്പിച്ചതാണ്. ആർക്കപ്പം ഇതിനൊക്കെ സമയം? സോഷ്യൽ മീഡിയയിൽ തർക്കം, അന്ധവിശ്വാസം, ബഹളം, ഉള്ള കടങ്കഥകൾ, കെട്ടുകഥകൾ. ഓരോരുത്തർ വിളിച്ച് പറയണ മതത്തിൻ്റെ പേരിൽ. ഒരത്ഭുതമില്ലേ? ജപ്പാനിൽ 100 വയസ്സിലേറെ ജീവിക്കുന്നവരുടെ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് പുസ്തകം എഴുതിയ ഒരു മനുഷ്യൻ എഴുതി വെച്ചതൊക്കെ അറബിയിലെ ഹദീസിൻ്റെ പരിഭാഷ പോലെ വരുന്നത് കാണുമ്പോൾ ആർക്കും ഞെട്ടലും കൗതുകവുമില്ലേ? അതാണ് ഈ വിജ്ഞാനം. വഹാദൽ ഇൽം ഫൽയഅലം കുല്ലു ശഖ്സിൻ
മിമ്മൻ യഖുദു ഇൽമഹു. ഇതാണ് ഇൽമ്. ആരിൽ നിന്നാണ് തൻ്റെ ഇൽമ് സ്വീകരിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊള്ളട്ടെ. മിമ്മൻ യഖുദു, ആരിൽ നിന്നാണ് ഇൽമ് എടുക്കുന്നത്? പുണ്യ നബിയിൽ നിന്നായിരിക്കണം. അടിസ്ഥാന പ്രമാണങ്ങളിലേക്കായിരിക്കണം പോകേണ്ടത്. എല്ലായിടത്തും ഖുർആൻ പഠിക്കാൻ സൗകര്യം ചെയ്യണം. ഓതിയാൽ പോരാ, ഹിഫ്ളാക്കിയാലും പോരാ. ഹിഫ്ള് കോളേജുകളല്ല വേണ്ടത്, ഖുർആൻ പഠന കോളേജുകളാണ് എന്ന് ഞാൻ 2-3-4 വർഷമായി പല സദസ്സുകളിലും പറയാറുണ്ട്. ഹിഫ്ള് വേണ്ടെന്നല്ല, മധുരമായി ഓത്ത് കേട്ടതുകൊണ്ട് കാര്യം നടക്കില്ല. അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് പോകണം, ആ അർത്ഥത്തെ സ്വീകരിക്കണം. ഗവേഷണങ്ങൾ നടക്കണം, പഠനങ്ങൾ നടക്കണം. അതിന് അസ്സബാഹൊക്കെ വളർന്ന് വലിയ ലൈബ്രറികളും വലിയ ഗവേഷണങ്ങളും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അബുസ്സബാഹ് കണ്ട കിനാവ്, ഇബ്രാഹിം കുട്ടി മൗലവി കണ്ട കിനാവ്, അതുപോലെ അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹം മാത്രമല്ലല്ലോ, അബുസ്സബാഹ് മാത്രമല്ലല്ലോ, അവരൊക്കെ അടയാളങ്ങൾ മാത്രമാണ്. ഒരാളെ പറഞ്ഞാൽ അതിനർത്ഥം അവർ മാത്രമെന്നല്ല. ആ കിനാക്കൾക്ക് അർത്ഥം നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അസ്സബാഹ്, പ്രഭാതം. ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രഭാതം ശരിക്ക് പഠിച്ചാൽ മുർസലീങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന്, ദൈവദൂതന്മാർ വരേണ്ട ആവശ്യമില്ല, പ്രഭാതം മതി. അള്ളാനെ മനസ്സിലാക്കാൻ ഒരു നല്ല പ്രഭാതം, കുളിർകാറ്റ്, സൂര്യൻ ഉദയം, പ്രകൃതി ശാസ്ത്രം, യുക്തിബോധം, അഖൽ സാധിക്കട്ടെ. ഞാൻ വൈകി നീണ്ടുപോയോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട്, മുൻ അധ്യക്ഷൻ ജബ്ബാർ മാഷ്, ഞാൻ പേര് പറഞ്ഞവർ, പറയാൻ വിട്ടുപോയവർ, സദസ്സിലുള്ളവർ, എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട്, PK നവാസിന് പുരസ്കാരം നൽകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, നവാസിനെല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട്, നമ്മളൊരു അവാർഡൊക്കെ കൊടുക്കുന്നത് എന്തോ പ്രവർത്തനത്തെ സന്തോഷമാണ്. യുവ നേതാക്കൾ നവാസിനെ പോലെ ഉണർന്നു വരട്ടെ, ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ ഉച്ചക്കും ഭക്ഷണത്തിന് കഴിക്കാൻ പോകേണ്ട സമയത്തും നിങ്ങൾ ഇരുന്ന ഈ ത്യാഗം, വിശന്നാലേ ഭക്ഷണം കഴിക്കാവൂ എന്നതിനി പ്രത്യേകിച്ച് പറയാതെ സ്വന്തം തന്നെ അത് അനുഭവിച്ച ഈ സദസ്സിന് പ്രത്യേകം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ഈ സമ്മേളനം വിദ്യാഭ്യാസ സമ്മേളനം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹസീബ് സാഹിബ് ആവശ്യപ്പെട്ട പോലെ ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്, വൈകിയതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ അല്പം നീട്ടി സംസാരിച്ചത്. അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ്. മോശമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാഷാ അല്ലാ, സന്തോഷം. മാഷാ അൽഹംദുലില്ലാ, സന്തോഷം കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഞാൻ നീട്ടി പറഞ്ഞോ നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കൊരു ചെറിയ ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഇല്ല, ഞാനീ നീട്ടുന്ന എന്താ നിങ്ങൾ, ഇതൊക്കെ എൻ്റെ ജോലിയാണ്. ആളുകൾ എന്നോട്, ഇതൊക്കെ എൻ്റെ ജോലിയാണ്, എൻ്റെ പണിയാണ്. യൂസുഫ് അലി സാഹിബ് ഇവിടെ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഒരു പണിയാണ് ഏറ്റെടുക്കുന്നത്. ഒരു ദിവസം കുറേ യോഗത്തിൽ ഒരേ സമയം വരാൻ ആളുകൾ നിർബന്ധിച്ചാൽ ഞാനിങ്ങനെ മടി പറയും. അത് കഴിയില്ല. നമ്മളൊരു സ്ഥലത്ത് പോയാൽ 4 വാക്ക് പറയേണ്ടി വരും. പറയാതെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല, പാടില്ല. അപ്പോൾ ആ ജോലി ചെയ്യണം. ഇതൊരു ജോലിയാണ്. ജോലി എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തമാണ്. MT വാസുദേവൻ നായർ ഏറ്റവും ദീർഘമായ പ്രസംഗം ചെയ്തിരുന്ന എവിടെയെന്ന് അറിയാം നിങ്ങൾ? MT യുടെ ഒരു പ്രസംഗത്തിന് 20 മിനിറ്റ് 25 മിനിറ്റാണ് നീളം. MT ഏറ്റവും നീണ്ട പ്രസംഗം ചെയ്തത് കോഴിക്കോട്ട് മദീനയിലേക്കുള്ള പാതയിലാണ്. 45-50 മിനിറ്റ്. എന്നിട്ട് എന്താ പറയുക, ഞാൻ ഇന്നലെ അത് കേട്ടു, അതിങ്ങനെ ഓടുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. MT പറയാ, ഈ സദസ്സിൽ വരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇതിൽ പങ്കെടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും പറയുന്ന ആളല്ല MT. പിന്നെ പറയാ, വരും വർഷങ്ങളിലും ഇതിൽ പങ്കെടുക്കാൻ എനിക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ മനസ്സല്ലേ അതെല്ലാം. മദീനയിലേക്കുള്ള പാത ഒന്നുമല്ല, പരിശുദ്ധ നബിയാണ്. മറ്റു വിഷയങ്ങളൊക്കെ അതിൽ വരുമെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സ്നേഹിതൻ MM അക്ബർ ഒരു ദൈവനിഷേധിയുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഖുർആനിൽ ശാസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കടലിൻ്റെ അടിയിൽ ഇരുട്ടാണ് എന്ന അർത്ഥമുള്ള ആയത്തോതി അയാൾ വെള്ളം കുടിച്ച് പിൻവാങ്ങുമ്പോൾ അത് ആദ്യമായിട്ട് കേരളക്കരയിൽ പറയുന്നത് മദീനയിലേക്കുള്ള പാതയിലാണ്. ആ ആയത്തിൻ്റെ വ്യാഖ്യാനം അത് അക്ബർ സാഹിബ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സദസ്സാണത്. ഇതൊക്കെ നിലനിൽക്കട്ടെ, ഇതിനൊക്കെ പോറ്റിപ്പോരുന്നവരുണ്ടാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, എൻ്റെ അഭിവാദ്യം. നമ്മുടെ മതേതരത്വത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് നമുക്ക് കരുത്ത് പകരാം. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയും MT വാസുദേവൻ നായരുടെയും നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഈ രണ്ട് പേരും ഒറ്റ പണിയെടുത്തവരാണ്. സമൂഹത്തെ ചേർത്ത് നിർത്തുക, കൂട്ടിച്ചേർക്കുക, പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാക്കി, ധ്രുവീകരണമുണ്ടാക്കി, അകൽച്ചയുണ്ടാക്കി. ആ പണിയല്ല, ചേർത്ത് നിർത്തുക എന്ന പണി. ഒരാൾ രാഷ്ട്രീയത്തിൽ, ഒരാൾ സാംസ്കാരിക രംഗത്ത് ആ പണിയെടുത്തു. രണ്ടാൾ ഒറ്റ പണിയെടുത്തത്. എല്ലാവരും അങ്ങനെ ഓരോ പണിയെടുക്കട്ടെ. എല്ലാവരും എന്നെപ്പോലെ തന്നെ ആവണമെന്ന് വിചാരിക്കണ്ട. ഓരോരുത്തരും അങ്ങനെ വിചാരിക്കണ്ട. അയാൾ ജോലി ചെയ്യട്ടെ. സിനിമയിൽ നിന്നുകൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും, സാംസ്കാരിക രംഗത്തുണ്ടാവും, സാഹിത്യരംഗത്തുണ്ടാവും. സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു.